ഹായ് ഗൈസ്, ഡെയിലി ജർമ്മൻ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജർമ്മനിലെ അഡ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പഠിക്കുന്നത്. അഡ്ജക്റ്റീവിന് ജർമ്മനി പറയുന്നത് ദസ് അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് നോക്കാം. ഒരു നാമത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. ആ നാമത്തിന്റെ ഗുണം, സ്വഭാവം, വലിപ്പം, നിറം, അവസ്ഥ എന്നിവ വിവരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ജർമ്മനിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്ജക്റ്റീവ്സിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സും അതിന്റെ അർത്ഥവും പിന്നെ അത് എങ്ങനെ സെന്റൻസിൽ പറയാമെന്നുമാണ്. ആദ്യമായിട്ട് ഹൈസ്. ഹൈസ് ചൂടുള്ള, കാൾട്ട് കാൾട്ട് തണുത്ത. ഇത് രണ്ടുമാണ് അഡ്ജക്റ്റീവ്സ്. ഇനി അതെങ്ങനെ സെന്റൻസിൽ പറയാമെന്ന് നോക്കാം. ദർ കഫേ ഇസ്റ്റ് ഹൈസ് aber das Wasser ist kalt. കാപ്പി ചൂടുള്ളതാണ്, പക്ഷേ വെള്ളം തണുത്തതാണ്. ഇവിടെ ദർ കഫേ എന്നാൽ കോഫി എന്നാണ്, ദസ് വാസർ എന്നാൽ വെള്ളം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ദർ കഫേ അതായത് കോഫിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈസ് അഥവാ ചൂടുള്ള. ഇനി ദസ് വാസർ അതായത് വെള്ളം, വെള്ളത്തിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കാൾട്ട് അഥവാ തണുത്തത്. ഇതുപോലെ നൗണുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. സ്റ്റാർക്ക്. സ്റ്റാർക്ക് ശക്തമായ, ഷ്വാഹ് ഷ്വാഹ് ദുർബലമായ. ഇത് വെച്ച് ഒരു ഉദാഹരണം നോക്കാം. Der Mann ist stark, aber der Patient ist schwach. Der Mann ist stark, aber der Patient ist schwach. ആ മനുഷ്യൻ സ്ട്രോങ് ആണ്, പക്ഷേ പേഷ്യന്റ് ദുർബലനാണ്. ഇനി അടുത്തത് നോക്കാം. ഗ്രോസ്. ഗ്രോസ് വലുത്, ക്ലൈൻ ക്ലൈൻ ചെറുത്. ഇത് വെച്ച് ഒരു ഉദാഹരണം നോക്കാം. Das Haus ist groß, aber die Hütte ist klein. Das Haus ist groß, aber die Hütte ist klein. വീട് വലുതാണ്, പക്ഷേ കുടിൽ ചെറുതാണ്. ആൾട്ട്. ആൾട്ട് പ്രായമുള്ള, വയസ്സായ. യുങ്. യുങ് ചെറുപ്പമായ. ഈ രണ്ട് വാക്കുകൾ വെച്ചൊരു സെന്റൻസ് കാണാം. Mein Großvater ist alt, aber mein Bruder ist jung. Mein Großvater ist alt, aber mein Bruder ist jung. എൻ്റെ മുത്തശ്ശൻ പ്രായമായ ഒരാളാണ്, പക്ഷെ എൻ്റെ സഹോദരൻ യുവാവാണ്. ഷ്നെൽ. ഷ്നെൽ വേഗമുള്ള. ലാങ്സാം. ലാങ്സാം പതുക്കെ അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള. ഈ രണ്ട് വാക്കുകൾ വെച്ച് ഒരു സെന്റൻസ് കാണാം. Das Auto ist schnell, aber das Fahrrad ist langsam. Das Auto ist schnell, aber das Fahrrad ist langsam. കാറ് വേഗത്തിലാണ്, പക്ഷേ സൈക്കിൾ പതുക്കെയാണ് പോകുന്നത്. അടുത്ത വാക്ക് ഷൂൺ. ഷൂൺ സുന്ദരമായ. ഹേസ്ലിഷ്. ഹേസ്ലിഷ് വിരൂപമായ. ഈ രണ്ട് വാക്കുകൾ വെച്ച് ഒരു ഉദാഹരണം കാണാം. Die Rose ist schön, aber die Zeichnung ist hässlich. Die Rose ist schön, aber die Zeichnung ist hässlich. റോസാപ്പൂവ് സുന്ദരമാണ്, പക്ഷേ ചിത്രം വിരൂപമാണ്. ഗുഡ്. ഗുഡ് നല്ലത്. ശ്ലെഷ്ട്. ശ്ലെഷ്ട് മോശം. Der Film ist gut, aber das Wetter ist schlecht. Der Film ist gut, aber das Wetter ist schlecht. സിനിമ നല്ലതാണ്, പക്ഷേ കാലാവസ്ഥ മോശമാണ്. ടയർ. ടയർ വില കൂടിയ. ബില്ലിഷ്. ബില്ലിഷ് വില കുറഞ്ഞ. ഈ രണ്ട് വാക്കുകൾ വെച്ചൊരു സെന്റൻസ് കാണാം. Das Handy ist teuer, aber das Buch ist billig. Das Handy ist teuer, aber das Buch ist billig. മൊബൈൽ ഫോൺ വില കൂടിയതാണ്, പക്ഷേ പുസ്തകം വില കുറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജർമ്മൻ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. Danke.